യെശയ്യാവ് 57:20. ദുഷ്ടന്മാരോ കലങ്ങിമറിയുന്ന കടൽ പോലെയാകുന്നു. അതിന് അടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. മഴക്കാലത്ത് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ ആറുകളും തോടുകളുമൊക്കെ കലങ്ങിമറിഞ്ഞ് ഒഴുകുന്നത് നാം കാണാറുണ്ട്. അതിലെ വെള്ളം ഒന്നിനും ഉപയോഗിക്കുവാൻ സാധിക്കാത്തതുപോലെ കലങ്ങിയതായിരിക്കും. ഒരുപാട് മാലിന്യങ്ങൾ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പാറയുടെ ഉറവിൽ നിന്ന് പുറപ്പെടുന്ന ശുദ്ധമായ വെള്ളത്തിൻ്റെ ഉറവകളും കിണറുകളിൽ നിന്ന് ശുദ്ധമായ വെള്ളത്തിൻ്റെ ഉറവകളും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദുഷ്ടൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള കലങ്ങിമറിച്ചിൽ ഉണ്ടാകുന്നു. ദുഷ്ടതയിൽ നിന്ന് ഉളവാകുന്ന സകല തിന്മയും പുറത്തേക്ക് തള്ളപ്പെടുന്നു. ലോകമെങ്ങും സമാധാനമുണ്ടായാലും ദുഷ്ടന്മാർ ഒരിക്കലും സമാധാനം ആസ്വദിക്കുകയില്ല. അവരുടെ ആന്തരിക മനസ്സ് അത് അസാധ്യമാക്കി തീർക്കുന്നു. ദുഷ്ടചിന്തകളും അഭിലാഷങ്ങളും മോഹങ്ങളും അവരുടെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്നു. യെശയ്യാവ് 48:22 ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് നാം വായിക്കുന്നു. ലൂക്കോസ് 6:45 നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നന്മ നിറയുമ്പോഴാണ് നന്മ വായിൽ നിന്ന് പുറത്തു വരുന്നത്. ഇരുളും വെളിച്ചവും തമ്മിൽ കൂട്ടായ്മ ആചരിക്കുവാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഒരേ വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടില്ല എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയായിരിക്കുന്നത് ഒരു ദൈവ പൈതലിന് യോഗ്യമല്ല എന്നെഴുതിയിരിക്കുന്നു. ഹൃദയമാകുന്ന ഉറവിൽ നിന്ന് കയ്പിനും മധുരത്തിനും ഒന്നിച്ചു പുറപ്പെടുവാൻ സാധ്യമല്ല. ഉള്ളിൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും വസിക്കണമെങ്കിൽ ഉറവയായ ക്രിസ്തു ഉള്ളിൽ വസിക്കണം. യഥാർത്ഥമായ സമാധാനം ലഭ്യമാകുന്നതിന് മനുഷ്യർ അനുദപിക്കുകയും ദൈവശക്തിയാൽ രൂപാന്തരപ്പെടുകയും വേണം. ഇങ്ങനെ ദുഷ്ടഹൃദയവുമായി കഴിയുന്നവരെ കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇലകൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ എന്ന് യൂദായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നു. അവരുടെ വെളിച്ചം കെട്ടുപോകുവാനിടയാകുന്നു. നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു തരത്തിലുമുള്ള നെഗറ്റിവിറ്റി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ദൈവാത്മാവിനാൽ നിറയപ്പെട്ടവരായി, ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി, ദുഷ്ടതയുടെ അംശം ലേശം പോലുമില്ലാതെ നമ്മുടെ ഹൃദയമായിരിക്കുവാൻ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. നമുക്ക് തന്നെ അതിന് കഴിയില്ല. ദൈവാത്മാവിന് അതിന് നമ്മെ സഹായിക്കുവാൻ സാധിക്കും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, സമാധാന പ്രഭുവായ അങ്ങയുടെ പുത്രൻ്റെ സമാധാനത്തിൽ സ്വസ്ഥതയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.